എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. പുതിയ ഒരു പ്രഭാതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. വചന ധ്യാനത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കാം. ഇന്നത്തെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി 23 അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 23 4 മുതൽ 6 വരെ. അവർ ഘനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വയ്ക്കുന്നു. ഒരു വിരൽ കൊണ്ടുപോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല. അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതിനത്രേ ചെയ്യുന്നത്. തങ്ങളുടെ മന്ത്രപ്പട്ട വീതിയാക്കി തൊങ്ങൽ വലുതാക്കുന്നു. അത്താഴത്തിൽ പ്രധാന സ്ഥലവും പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും മനുഷ്യർ റബ്ബി എന്ന് വിളിക്കുന്നതും അവർക്ക് പ്രിയമാകുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. നിയമത്തിൻ്റെ ഭാരങ്ങൾ ജനത്തിന് വഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അടിച്ചേൽപ്പിക്കരുത് എന്നാണ് കർത്താവ് ഈ ഭാഗത്ത് പറയാൻ ശ്രമിക്കുന്നത്. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും തെറ്റായ പ്രവണതകളെ നഖശിഖാന്തം എതിർക്കുന്ന യേശുക്രിസ്തുവിൻ്റെ സമീപനങ്ങളാണ് ഈ ഭാഗം. ഭാരമുള്ള ചുമടുകൾ അവർ മനുഷ്യരുടെ ചുമലിൽ അതൊരു നുകം പോലെ വയ്ക്കുന്നു എന്നാണ്. എന്നാൽ യേശു തൻ്റെ നുകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ലഘുവാണ്, വഹിക്കാൻ എളുപ്പമുള്ളതാണ്. മത്തായി 11 അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നു. തങ്ങളാൽ ചെയ്യാൻ കഴിയാത്തതും ജനങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കുന്നതുമായ നിയമത്തിൻ്റെ ഭാരങ്ങൾ ജനങ്ങളുടെ മേൽ പരീശന്മാരും ശാസ്ത്രിമാരും കെട്ടിവയ്ക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. ഇവിടെ പറയുന്നു നെറ്റിപ്പട്ടകൾ. അത് ആട്ടിൻ തോൽ കൊണ്ടുള്ള ചെറിയ പെട്ടികളിൽ വേദപുസ്തക ഭാഗങ്ങൾ രേഖപ്പെടുത്തുകയും അത് ഇടത്തെ കൈയുടെ മണിബന്ധവും നെറ്റിയുമായി ബന്ധിപ്പിക്കുന്ന ചരടിൽ തൂക്കിയിടുകയും ചെയ്യുമായിരുന്നു. കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഇവ കണ്ണിന് നേരെയായിട്ട് നിൽക്കും. കൈകൾക്ക് അടയാളവും കണ്ണുകൾക്ക് ഓർമ്മയുമായി നിയമത്തെ കണക്കാക്കണമെന്ന കൽപ്പന അക്ഷരാർത്ഥത്തിൽ നിറവേറ്റുകയാണ് ലക്ഷ്യം. കാരണം മോശ ഇങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു. പുറപ്പാട് പുസ്തകം 13 അധ്യായത്തിൽ മോശയുടെ ചില ഓർമ്മപ്പെടുത്തലുകളിൽ ഉപദേശങ്ങളൊക്കെ ഉണ്ട്. ഇത് ഭുജത്തിൽ ഒരടയാളവും നെറ്റിയിൽ ഒരു ഓർമ്മ അല്ലെങ്കിൽ സ്മാരകവും എന്ന പോലെ ആയിരിക്കണം. അങ്ങനെ കർത്താവിൻ്റെ നിയമം എപ്പോഴും നിന്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്നാണ് പുറപ്പാട് പുസ്തകത്തിൽ. തൊങ്ങലുകൾ എന്നൊരു വിശേഷണം കാണുന്നു. മോശയുടെ മറ്റൊരു നിർദ്ദേശം ഇങ്ങനെയായിരുന്നു. സംഖ്യാപുസ്തകം 13 അധ്യായത്തിൽ എല്ലാ കാലത്തും തങ്ങളുടെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകളിൽ തൊങ്ങലുകൾ പിടിപ്പിക്കാനും തൊങ്ങലുകളിൽ നീല നാടകൾ കെട്ടാനും ഇസ്രായേലിയരോട് കൽപ്പിക്കുക. ഇത് അക്ഷരം പ്രതി നിറവേറ്റുന്നതിന് വേണ്ടി വസ്ത്രത്തിൻ്റെ 4 മൂലയിലും അവർ തൊങ്ങലുകൾ പിടിപ്പിച്ചിരുന്നു. നിയമം എപ്പോഴും ഓർക്കാൻ വേണ്ടിയാണ് ഈ അടയാളം. തൊങ്ങലുകളുടെ വലിപ്പം ഭക്തിയുടെ ചിഹ്നമായി കണക്കാക്കി. ഷമ്മായി സ്കൂൾ നീണ്ട തൊങ്ങലുകൾ വേണമെന്ന് ശഠിച്ചപ്പോൾ ഹില്ലേൽ സ്കൂളിലും അതിനോട് അനുബന്ധമായി നിന്ന ആളുകളുമൊക്കെ അതിനെ എതിർത്തതും ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇവരുടെ പ്രത്യേകത വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനം. സിനഗോഗുകളിൽ പ്രധാന പീഠവും വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും അവർക്കാണ് കൊടുക്കേണ്ടത്. അതിന് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും യഹൂദ മതഗ്രന്ഥമായ താൽമൂദിലൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഒരു പ്രോട്ടോകോൾ സംവിധാനം അവർക്ക് വേണ്ടി നിലനിർത്തിയെന്നതാണ് വാസ്തവം. അഭിവാദനത്തെക്കുറിച്ചും കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു. ഒരു സഭയിലോ സമൂഹത്തിലോ ഉയർന്ന സ്ഥാനീയരെ ബഹുമാനിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങൾ ഓരോന്നും വ്യത്യസ്തമാണ്. അവരവരുടെ സ്ഥാനങ്ങൾക്കനുസൃതമായി പദങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ആന്തരികതയില്ലാത്ത ബാഹ്യപ്രകടനം ഇങ്ങനെയുള്ള പദങ്ങളിലുമുണ്ട്. ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ
ഉന്നതസ്ഥാനീയരെ ആവശ്യത്തിലും അനാവശ്യത്തിലുമൊക്കെ മുഖസ്തുതി പറഞ്ഞ് ഉയർത്തുന്ന പതിവും നമ്മൾ സാധാരണഗതിയിൽ കാണുന്നു. ഒരു സ്വാഭാവികമല്ലാത്ത വിധത്തിൽ പറയുന്ന വാക്കുകൾ ഉള്ളിൽ വലിയ അംഗീകാരമില്ലാത്ത തരത്തിലാണ് പ്രയോഗിക്കുന്നത്. ഉള്ളിലൊന്നുമില്ല, വെറുതെ വായി കൊണ്ട് ഇങ്ങനെ പറയുന്നു. മറ്റൊരു ഉപദേശം, റബി എന്ന് വിളിക്കപ്പെടരുത്, എൻ്റെ ഗുരുവെന്നോ എൻ്റെ മഹാൻ, മൈ ഗ്രേറ്റ് വൺ. അങ്ങനെയൊക്കെയാണ് അരമായ ഭാഷയിലെ ഈ അഭിവാദനത്തിനർത്ഥം. മോശയുടെ നിയമം പഠിപ്പിക്കുന്ന അധ്യാപകനെ വിളിച്ചിരുന്ന ഒരു പേരിങ്ങനെയായിരുന്നു. യേശുവിനെ പലരും റബി, ഗുരു എന്നൊക്കെ വിളിച്ചിരുന്നു. അപ്പോൾ കർത്താവ് ഈ ഭാഗത്ത് ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നത് യഹൂദന്മാരുടെ, പ്രത്യേകിച്ച് പരീശന്റെയും ശാസ്ത്രിമാരുടെയും തെറ്റായ പഠിപ്പിക്കലുകളും ബോധനവും ഒരു കാരണവശാലും ക്രിസ്തു ഭക്തർ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അനുയായികൾ അനുകരിക്കരുത് എന്നതാണ്. ആത്മാർത്ഥതയോടുകൂടി മാത്രം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണമെന്ന് കർത്താവ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്തരത്തിൽ മറ്റുള്ളവരെ ആത്മാർത്ഥമായി ബഹുമാനിക്കാനും ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്ന കൽപ്പനകൾ ആത്മാർത്ഥമായി പാലിക്കാനും നമുക്ക് ഇടയാകട്ടെ. അങ്ങനെയെങ്കിൽ മാതൃകാപരമായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമകളായി മാറുവാൻ നമുക്ക് സാധിക്കും. ദൈവസന്നിധിയിലും മനുഷ്യരുടെ മുൻപാകെയും ആത്മാർത്ഥമായി ജീവിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ കർത്താവേ, പുതിയ പ്രഭാതം ദാനമായി നൽകിയല്ലോ, നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ മുൻപാകെയും മറ്റുള്ള മനുഷ്യരുടെ മുൻപാകെയും ഞങ്ങൾ ആത്മാർത്ഥതയോടെ പെരുമാറുവാനും പ്രവർത്തിപ്പാനും സഹായിക്കണമേ. ഇന്ന് പ്രഭാതം മുതൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലും ഞങ്ങളുടെ ഉത്തരവാദിത്വ നിർവഹണ മേഖലകളിലും യാത്രകളിലുമൊക്കെ ഈ ഒരു പരിശുദ്ധിയോടും നിർമ്മലതയോടും ആത്മാർത്ഥതയോടും കൂടി ചരിപ്പാനുള്ള കൃപയും ബലവും അതിനുള്ള ധൈര്യവുമൊക്കെ അടിയങ്ങൾക്ക് നൽകണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സർവശക്തിയുള്ള കർത്താവിൻ്റെ അനുഗ്രഹവും കരുണയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.